നമസ്തേ. ഞാനിന്നൊരു ഹെൽത്തി സ്മൂത്തിയെക്കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. മലയാളികളെ സംബന്ധിച്ച് പറഞ്ഞാൽ സ്മൂത്തി എന്ന പദം അത്ര സുപരിചിതമായി കൊള്ളുന്നില്ല. നമുക്ക് ഷെയ്ക്ക് അറിയാമല്ലോ, ഷെയ്ക്കാണെന്ന് വിചാരിച്ചാൽ മതി. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കംപ്ലീറ്റ് ഫുഡ്, ഹൈ ന്യൂട്രീഷൻ ഹെൽത്തി സ്മൂത്തി എന്ന് പറയും. ഒരു ബാലൻസ്ഡ് ഡയറ്റ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും അടങ്ങിയ ഒരു ആഹാരം എന്ന് കരുതിയാൽ മതി. എന്താണ് ഇങ്ങനെ ഒരു സ്മൂത്തിയിലേക്ക് നയിക്കണമെന്ന് വെച്ചാൽ, മലയാളികളുടെ 90% പേര് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉള്ള ആളുകളാണ്. നമ്മൾ കാര്യം ചിലപ്പോൾ വലിയ വിലപിടിപ്പുള്ള ആഹാരം കഴിക്കുന്നുണ്ടാവാം, 3 നേരവും വയറ് നിറച്ച ആഹാരം കഴിക്കുന്നുണ്ടാവാം. പക്ഷെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഘടകങ്ങൾ, നമ്മുടെ ശരീരത്തിന് ആവശ്യം വേണ്ട ഘടകങ്ങൾ, ഒന്ന് നമുക്ക് ഫാറ്റ് വേണം, കാർബോഹൈഡ്രേറ്റ് വേണം, പ്രോട്ടീൻ വേണം, മിനറൽസ് വേണം, വൈറ്റമിൻസ് വേണം. ഇത്രയും ഘടകങ്ങളും അത്യാവശ്യമാണ്. അപ്പോൾ പലപ്പോഴും പിന്നെ ഫെറ്റോ ന്യൂട്രിസം, മൈക്രോ ന്യൂട്രിസം, ഇങ്ങനെ കുറേ ഘടകങ്ങളുണ്ട്. ഇത് പലതും കിട്ടണില്ല എന്നുള്ള സത്യം. ഒരു പരിധിവരെ നമ്മളുടെ ഈ കേരളത്തിലെ ഇത്രയും ഹെൽത്ത് ഇഷ്യൂവിൻ്റെ കാരണം ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയാണ്. നമുക്കറിയാം, ഒരു ചെടിയാണെങ്കിൽ, ഒരു മരമാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള വെള്ളവും വളമൊന്നും കിട്ടിയില്ലെങ്കിൽ എന്ത് പറ്റും? അതിൻ്റെ ഇല മഞ്ഞ കളർ വരാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ ഇല പൊഴിയാൻ തുടങ്ങും, കായ്കൾ പൊളിഞ്ഞു പോകാൻ തുടങ്ങും. അതിനു മുമ്പേ തന്നെ വളർച്ച മുരടിക്കും, വളർച്ച നിൽക്കും, കൂമ്പ് വരാതെയാവും. ഇത് തന്നെ ഒരു ജീവിക്കും ബാധകമാണ്. നമ്മളുടെ ശരീരം കൃത്യമായിട്ട് ആരോഗ്യത്തോടെ നിലനിൽക്കണമെങ്കിൽ, രോഗപ്രതിരോധ ശേഷി നിലനിർത്തണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ആവശ്യമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ 90% മലയാളികൾക്കും ഇല്ല എന്ന് പറഞ്ഞത്. ശരീരത്തിൻ്റെ കരച്ചിലാണ് രോഗം എന്ന് പറയും. എനിക്ക് പ്രോട്ടീൻ കിട്ടില്ല, അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസ് കിട്ടില്ല, പെറ്റോ ന്യൂട്രിയൻസ് ഇല്ല, അല്ലെങ്കിൽ മിനറൽസ് ഇല്ല, വൈറ്റമിൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ കരച്ചിലാണ്. അതുകൊണ്ട് എനിക്ക് ഈ ശരീരത്തിന് ശരിയായ പ്രവർത്തനം നടത്താൻ പറ്റുന്നില്ല. മെറ്റബോളിസം മുഴുവൻ അബ്നോർമലായി മാറി. ഈ ശരീരത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്നതിൻ്റെ ലക്ഷണങ്ങളാണ് രോഗങ്ങൾ. ഈ ലക്ഷണങ്ങളെയാണ് നമ്മൾ രോഗമായിട്ട് തെറ്റിദ്ധരിക്കണത്. ഇപ്പോൾ ബ്ലഡിൽ ഷുഗർ കൂടുക എന്ന് പറഞ്ഞതിലല്ല രോഗം. രോഗം പാൻക്രിയാസിനെയാണ് ബാധിക്കണത്. ബ്ലഡിലെ ഷുഗർ കൂടുന്നത് രോഗലക്ഷണമാണ്. ഇതുപോലെയാണ് ഓരോ ലക്ഷണങ്ങളും. അപ്പം ഞാൻ പറഞ്ഞു വരണത്, ഇതൊരു കംപ്ലീറ്റ് ഫുഡാണ്. ശരീരത്തിൻ്റെ ഇത്തരം ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൊണ്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയൊരു ഫുഡാണെന്നാണ് പറഞ്ഞു വരണത്. ഇപ്പം പ്രമേഹം തന്നെ പറഞ്ഞതിൻ്റെ കാരണം അമിതമായിട്ട് ചോറിനിട്ട് ചപ്പാത്തി കഴിച്ചിട്ട് മാത്രമല്ല. നമ്മളുടെ പാൻക്രിയാസ് എന്നുള്ള ഗ്രന്ഥി, അതൊരു നമുക്കറിയാം, ഗ്രന്ഥി അതിന് ഹോർമോൺ കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിനാവശ്യമുള്ള മെറ്റീരിയൽസ് കിട്ടണം. ഈ മെറ്റീരിയൽസ് കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മളുടെ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു പോകും. 90% പ്രമേഹമുള്ളവർക്കും ഇൻസുലിൻ്റെ കുറവല്ല വിഷയം. അത് ടൈപ്പ് 1 ടൈപ്പ് 2 ഇൻസുലിൻ്റെ കുറവല്ല. ഇൻസുലിൻ ഉണ്ട് അവർക്ക്, ഇൻസുലിന് ക്വാളിറ്റി ഇല്ല. അതിന് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും. ഈ ക്വാളിറ്റി ഉള്ള ഇൻസുലിൻ സെല്ലുകൾ സ്വീകരിക്കാതിരിക്കുമ്പോഴാണ് ബ്ലഡിൽ ഷുഗർ കുമിഞ്ഞു കൂടേണ്ടത്. അപ്പം ഈ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനുള്ള മരുന്ന് നമ്മൾ കഴിക്കണത്, പാൻക്രിയാസിൻ്റെ ശേഷി വർദ്ധിപ്പിക്കാനുള്ള മരുന്നല്ല. അപ്പോൾ ഈ പാൻക്രിയാസിനെ മാത്രമല്ല, എൻഡോക്രൈൻ സിസ്റ്റം മുഴുവൻ അവതാളത്തിലാവും. ഇപ്പോൾ തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവരുടെ കാരണം എന്താണ്? അവർക്ക് ഐഡിൻ കുറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടാവണത്. ഐഡിൻ പോലെ പല ഇത് കുറഞ്ഞു വരുമ്പോൾ ഇത് തന്നെ പിറ്റ്യൂട്ടറിയെ ബാധിക്കും, ഇത് തന്നെ നമ്മളുടെ കിഡ്നിയെ ബാധിക്കും, ഇത് തന്നെ ലിവറിനെ ബാധിക്കും, ഇത് തന്നെ ഹാർട്ടിനെ ബാധിക്കും. അപ്പോൾ ഈ ന്യൂട്രീഷൻസ്, നമുക്ക് ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായി നിർത്തിയാൽ നിങ്ങളൊന്നും പേടിക്കേണ്ട, നിങ്ങൾക്ക് 90% രോഗങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി ഏതെങ്കിലും ബാക്ടീരിയ, വൈറസൊക്കെ ഇതിൽ വന്നാലും നമ്മളെ ബാധിക്കാനും പോകുന്നില്ല. അപ്പോൾ അതിനുള്ള ഒരു ശ്രമമാണ് ആദ്യം നടത്തേണ്ടത്. അല്ലാണ്ട് നമ്മൾ ആശുപത്രിയിൽ പോയി ഇങ്ങനെ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല. ഈ മരുന്നുകൾക്കൊന്നും ഇത്തരം രോഗങ്ങളെ മാറ്റാൻ സാധിക്കില്ല. ഇപ്പോൾ അതുപോലുള്ള രോഗങ്ങൾ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണ്, ജീവിതശൈലി രോഗങ്ങളാണ്. ഇത്തരം രോഗങ്ങളെ മാറ്റാൻ ഒരു മരുന്നുകൊണ്ട് സാധിക്കില്ല, ആഹാരത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അതിനെ പറ്റിയൊരു ഫുഡാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ നേച്ചർ ഹെൽത്ത് മിക്സ്, ഈ സ്മൂത്തി. ഇത് കഴിക്കേണ്ട വിധം, ഇതിനകത്തുള്ള സാധനങ്ങൾ ഞാൻ പറയാം. ഒന്ന് കസ്കസ് ഉണ്ട്, ഷിയാ സീഡ് ഉണ്ട്, ഫ്ലാക്സ് സീഡ് ഉണ്ട്, ഗ്രൗണ്ട് നട്ട് ഉണ്ട്, വാൽനട്ട് ഉണ്ട്, പിന്നെ പൊട്ടുകടല ചേർത്തിട്ടുണ്ട്, കാഷ്യൂ ഉണ്ട്, അതുപോലെ ചില ഈ ബാർലി ചേർത്തിട്ടുണ്ട്, കുറച്ച് ഗ്രെയിൻസ് ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സൂര്യകാന്തിയുടെ വിത്ത് ചേർത്തിട്ടുണ്ട്, ചുക്കുണ്ട്, ഏലമുണ്ട്, മുന്തിരിയുണ്ട്, സ്വല്പം ഈന്തപ്പഴം ചേർത്തിട്ടുണ്ട്, അതുപോലെ ഏത്തപ്പഴം ഉണങ്ങി നമ്മൾ ചേർക്കാറുണ്ട്. അങ്ങനെ ഒരു 10-15 ഐറ്റംസ് എല്ലാം ശരീരത്തിന് ആവശ്യമുള്ള ഘടകങ്ങൾ തരുന്ന സാധനങ്ങളാണ് ചേർത്തിട്ടുള്ളത്. ഇത് നമുക്ക് കഴിക്കേണ്ട വിധം ഞാൻ പറയാം. 2 തരത്തിൽ കഴിയും. ഒന്ന്, നമ്മളിതൊരു ആഹാരമായിട്ട് സ്വീകരിക്കുന്നവരുണ്ടാവാം,
ഒരു ഹെൽത്ത് ഡ്രിങ്കായിട്ട് ഉപയോഗിക്കണം. ഹെൽത്ത് ഡ്രിങ്കായിട്ട് ഉപയോഗിക്കേണ്ടത് 100 ഗ്രാം, ഒരു 10 ഗ്രാം എടുത്താൽ മതി. ഒരു സ്പൂണ്, ഒരു വലിയ സ്പൂണ് മിക്സിയിലിടുക. കുറച്ച് കോക്കനട്ട് മിൽക്കോ ചേർക്കുക. അതുപോലെ കുറച്ച് ഫ്രൂട്ട്സ്, എനി ഫ്രൂട്ട്സ്, അവർക്ക് ഏത് ഫ്രൂട്ട്സും ചേർക്കാം. കുറച്ച് ഹണി ചേർക്കാം, കുറച്ച് ഗീ ചേർക്കാം. പിന്നെ വേണമെങ്കിൽ കാഷ്യൂനട്ടോ ഒക്കെ വേണമെങ്കിൽ ടേസ്റ്റ് വേണമെങ്കിൽ കൂടണമെങ്കിൽ കൂട്ടിയിടാം. ഇതെല്ലാം കൂടി കൂട്ടി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കഴിച്ചാൽ മതി. അങ്ങനെ ഒരു ഗ്ലാസ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് എല്ലാം അതിനകത്ത് കിട്ടും. ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടാവില്ല. ഇത് വാർദ്ധക്യം പ്രായമായ ആളുകൾക്ക്, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക്, ഇവർക്കെല്ലാവരും കൊടുക്കാവുന്ന ഫുഡാണ്. ഗർഭിണികൾക്ക്, അവർക്കൊക്കെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ട്. അവർക്കെല്ലാവരും കൊടുക്കാവുന്ന ഒരു ഫുഡാണിത്. ഈ രണ്ടാമത്തെ കാറ്റഗറി പെടുന്ന പ്രമേഹ രോഗികളാണ്. ഷുഗറുള്ള ആളുകൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 30 ഗ്രാം എടുക്കണം. ഇത് ഒരു നേരത്തെ ആഹാരമാക്കി മാറ്റണം. ആ ഷുഗറുള്ളവരും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ചെയ്യാവുന്ന പണി ഞാൻ പറഞ്ഞത്. രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ ഒരു നേരം നിങ്ങളിത് മാത്രം കഴിച്ചാൽ മതി. ഇതാണ് നിങ്ങളുടെ ആഹാരം. ഒരു 30 ഗ്രാം മിക്സിയിൽ ഇടുക. കുറച്ച് ഫ്രൂട്ട്സ്, നേരത്തെ പറഞ്ഞ പോലെ ഫ്രൂട്ട്സ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് ഷുഗറുള്ളവർ ചേർക്കുമ്പോൾ ഈ ഏത്തപ്പഴവും ഈന്തപ്പഴവും ഒഴിവാക്കണം. നമുക്ക് അവക്കാഡോ ഉപയോഗിക്കാം, ആപ്പിൾ ഉപയോഗിക്കാം, അതുപോലെ നമുക്ക് റോബസ്റ്റോ ഉപയോഗിക്കാം, പപ്പായ ഉപയോഗിക്കാം, പിന്നെ പേരയ്ക്ക ഉപയോഗിക്കാം. അതുപോലെ ഈ ഷുഗർ കുറഞ്ഞ ഫുഡ് ചേർക്കുക. 10, 200, 300 നിങ്ങളുടെ വയറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് സാധനം ഇടാം. കുറച്ച് ഗീ ചേർക്കാം. വെള്ളം, ഒരു 2 ഗ്ലാസ് വെള്ളം ചേർക്കണം. മറ്റവർ 1 ഗ്ലാസ് ചേർത്തെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ചേർക്കണം. വെള്ളം ചേർത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിച്ചാൽ മതി. നല്ല നെയ്യ്, ഗീ കുറച്ച് ചേർക്കാം. എന്നിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിച്ചാൽ മാത്രം മതി. അത് പച്ചയ്ക്ക് കഴിക്കണത്. അതുകൊണ്ട് വളരെ ഈസിയാണ് ഇതിൻ്റെ കുക്കിങ്. അതിനുവേണ്ടി തീ പോലും അടുപ്പത്ത് പൊളിക്കേണ്ട. 5 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ഫുഡായി മാറി. നിങ്ങൾക്ക് വേറെ ആരും സഹായിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി രാവിലെ ഉച്ചയ്ക്കോ വൈകിട്ടോ കഴിക്കാവുന്നൊരു ഫുഡാണിത്. അപ്പം അങ്ങനെ നമുക്ക് ഇത് ഒരു നേരം ഇത് ആഹാരമാക്കി മാറ്റാം. അപ്പോൾ ഇതുകൊണ്ട് ബ്ലഡിലെ ഷുഗർ നമുക്ക് ശരിക്ക് കുറഞ്ഞു വരുന്ന അറിയാൻ സാധിക്കും. ഒപ്പം നമുക്ക് മറ്റ് പ്രശ്നങ്ങൾ, ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയുടെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. രണ്ടാമത്തെ ഗുണം, ഇത് ഈ ഷുഗറും ഓവർ വെയ്റ്റും ഉള്ളവർക്കും വളരെ നല്ല ഫുഡാണ്. അവരുടെ ഓവർ വെയ്റ്റും കുറഞ്ഞു വരും, ഒപ്പം ഷുഗറും കുറഞ്ഞു വരും. ഓവർ വെയ്റ്റ് കുറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഷുഗർ 20% കുറയുമെന്ന് മനസ്സിലാവണം. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഷുഗർ ഉണ്ട്, എനിക്ക് വെയിറ്റ് കുറവാണ്, അങ്ങനെയുള്ളൊരു പേടിക്കണ്ട. അങ്ങനെ ഇത് മസിൽ കുറയില്ല. 2 തരത്തിലുള്ള വെയിറ്റ് ലോസ് ഉണ്ട്. ഒന്ന് മസിൽ കുറഞ്ഞിട്ടുള്ള വെയിറ്റ് ലോസും ഉണ്ട്, ഒന്ന് ഫാറ്റ് കുറഞ്ഞിട്ടുള്ള വെയിറ്റ് ലോസും ഉണ്ട്. അപ്പോൾ ഈ ഫാറ്റ് മാത്രമേ കുറയുള്ളൂ. അമിതമായിട്ടുള്ള ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പ് മാത്രമേ കുറയുള്ളൂ. നിങ്ങളുടെ മസിൽ കുറയുമെന്ന് പേടിക്കുന്നത്. കാരണം റിച്ച് പ്രോട്ടീൻ ആവുകൊണ്ട് മസിൽ കുറയാൻ പോകുന്നില്ല. അപ്പോൾ ഷുഗർ കുറഞ്ഞവർക്ക് ശരീരം കുറഞ്ഞ ഷുഗറുകൾക്കും കഴിക്കാം, ശരീരം കൂടി ഷുഗറുകൾക്കും കഴിക്കാം. ഒന്നും ഭയപ്പെടാനില്ലാത്തൊരു ഫുഡാണിത്. ഇത് അത്താഴമായിട്ട് നമ്മളിപ്പോൾ 200 നമ്മൾ ഷുഗറെങ്കിൽ നിങ്ങൾ ഈ ഫുഡ് കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഒരു 4 ദിവസം കഴിയുമ്പോൾ 5-ാമത്തെ ദിവസം നോക്കുമ്പോൾ നിങ്ങളുടെ ബ്ലഡിലെ ഷുഗർ 140 150 വരും, അല്ലെങ്കിൽ 140 വരും. ഒറ്റ കാര്യം കൊണ്ട് മാത്രം, ഫാസ്റ്റിംഗ് ഷുഗർ താണിരിക്കും. അതാണ് ഗുണം. രാത്രി കിടന്നുറങ്ങുമ്പോൾ നിങ്ങളുടെ ബ്ലഡിലെ ഷുഗർ താണിരിക്കും. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇനി വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഇതൊരു ഒരു ഡ്രിങ്കായിട്ട് ഉപയോഗിക്കാം. ഒരു നേരം അവരിത് ആഹാരമാക്കി മാറ്റുക. അപ്പോൾ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകാംശം കിട്ടും. ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വരില്ല, മസിൽ കുറയില്ല, അവരുടെ കൊഴുപ്പ് കുറഞ്ഞ് വെയിറ്റ് കുറയുകയും ചെയ്യും. മാസത്തിൽ ഒരു 3 കിലോ 4 കിലോ വരെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു ഡയറ്റാണ്. ഇതിന് ആകെ വരുന്ന വില ഒരു മാസത്തേക്ക് വരുന്നത്, ഇതാണ് ഒരു നേരത്തെ ഫുഡ് ആക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2000 റുപ്പീസ് ചിലവ് വരും. ഒരു ദിവസം ഒരു 60 റുപ്പീസ് അപ്രോക്സിമേറ്റ് ചിലവ് വരും. ഇനി നിങ്ങളൊരു ഡ്രിങ്കായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 4-1 വില ഇതിനകത്ത് വരാൻ പോകുന്നുള്ളൂ. അപ്പം ഞാൻ ഈ സ്മൂത്തിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദമായിട്ട് സ്വാഗതം ചെയ്യാണ്. നിങ്ങൾ ഞാൻ അഡ്രസ്സ് പറയാം. ഇതിന് അഡ്രസ്സിലേക്ക് നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മതി. നിങ്ങൾക്ക് സാധനം അയച്ചു തരും. വേണമെങ്കിൽ ഇപ്പം VPP ആയിട്ട് അയച്ചു തരും. പോസ്റ്റ്മാൻ അവിടെ കൊണ്ടുവരുമ്പോൾ പൈസ കൊടുത്ത് മേടിച്ചാൽ മതി. അഥവാ നിങ്ങൾ അഡ്വാൻസ് പൈസ പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊറിയറിൽ അയച്ചു തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് അയച്ചു തരും. അപ്പോൾ നമ്മളുടെ അയക്കുന്ന ചാർജിൽ കുറവുണ്ടാവും. ഇത്രയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.